ഹായ്, SBR ഉള്ളതാണ്. ആ പുനർജനിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അടുത്ത് ഒരു പ്രതികരണം കേൾപ്പിച്ചുതരാം. നിങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം മാറ്റിവെച്ചിട്ടുണ്ട്. ഒരു വ്യക്തി പോലും രാഷ്ട്രീയത്തിൽ എന്താകാൻ പാടില്ല, കൃത്രിമ ഇമേജ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പാടില്ല. ഇപ്പോൾ UDFിൻ്റെ ഭാഗമായിട്ടുള്ള PV അൻവർ ഒരു പ്രതികരണം പുറത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടെ. പുനർജനി കേസിൽ ED അന്വേഷണം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആ കേസിൽ കുരുങ്ങും എന്ന് എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. ബർമിംഗ്ഹാം പോയി പിരിവ് നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞ വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായ തെളിവാണ്. കേട്ടല്ലോ. ഈ വിഷയത്തിൽ ED അന്വേഷിക്കുകയാണെങ്കിൽ VD സതീശൻ ഉറപ്പായി തൂങ്ങുമെന്ന് ആരാണ് പറയുന്നത്? PV അൻവറാണ് പറയുന്നത്. പിണറായി വിജയനല്ല, അല്ലെങ്കിൽ VD സതീശനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഏതെങ്കിലും CPM നേതാക്കന്മാരല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് UDFിൽ തന്നെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ പറയുകയാണ് ഈ വിഷയത്തിൽ. ഏത് വിഷയത്തിൽ? വിദേശത്ത് പോയി ഫണ്ട് പിരിവ് നടത്തി, അത് സമ്മതിച്ച് തിരുവനന്തപുരത്ത് ഉള്ള ഏതോ ഒരു സ്ത്രീ അദ്ദേഹത്തിന് ചെക്കായിട്ട് കൊണ്ടുവന്ന് പൈസ കൊടുത്തു എന്ന് പറയുന്നു. ആ പണം എന്ത് ചെയ്തു? നമുക്കറിയണ്ടേ, രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കേണ്ടവരാണല്ലോ. വിദേശത്ത് പോയിട്ട് ഫണ്ട് പിരിവ് നടത്താനായിട്ട് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുവദിക്കുന്നില്ല. അതിൻ്റെ ഈ ഫോറിൻ വിനിമയ ചട്ടപ്രകാരമുള്ള ആ നിയമപ്രകാരം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം സതീശൻ ചെയ്തതിൻ്റെയും സതീശൻ അത് വാങ്ങിച്ചു എന്ന് സ്ഥിരീകരിച്ചത് രണ്ടും അദ്ദേഹം തന്നെയാണ്. ആ സന്ദർഭത്തിലാണ് PV അൻവർ കൂടി ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അവരുടെ പാളയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാകുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ അതിൽ അന്വേഷിക്കണ്ടേ? ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? എന്തിനാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളെ സേവിക്കാനാണ് വരുന്നത്? പ്രളയകാലത്ത് നിങ്ങൾ ആലോചിക്കുക, വയനാടിൻ്റെ ഞാൻ ഇന്നലെ 2-3 വീഡിയോകൾ അതിനെക്കുറിച്ച് ചെയ്തിരുന്നു. 3-4 വീഡിയോകൾ ചെയ്തിരുന്നു. അതിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മനുഷ്യൻ ഈ ദുരിത കാലഘട്ടത്തിൽ, ഇപ്പോൾ വയനാടിൻ്റെ ഇതിൽ ഇവർ പിരിവെടുത്തിട്ട് ഇതുവരെ വീട് വെച്ചിട്ടില്ല. ഇവർ പ്രളയകാലത്ത് ഇത് ചെയ്തു. 6 വർഷമായിട്ടും പുത്തൻവേലിക്കരയിൽ ഇവർ കല്ലിട്ടത് നിങ്ങൾ കണ്ടു. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഈ ഫണ്ട് എന്ത് ചെയ്തെന്ന് ഈ നാടിന് ചോദിക്കണ്ടേ? അതെന്തോ മഹാ അപരാധമാണോ? അപ്പോൾ ആ ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. അത് PV അൻവർ കൂടി ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ED അന്വേഷിച്ച് കഴിഞ്ഞാൽ കുടുങ്ങുമെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇത് കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല, ഏത് ED അന്വേഷിച്ച് കഴിഞ്ഞാൽ സതീശൻ കുടുങ്ങുമെന്ന്. ആധികാരികമായി PV അൻവർ തന്നെ മാധ്യമങ്ങളോടാണ്, അത് ആരോടെങ്കിലും രഹസ്യമായിട്ടല്ല, മാധ്യമങ്ങളോട് തന്നെ പറയുകയാണ്, ഇതിൽ കൃത്യമായിട്ടൊരു അന്വേഷണം നടക്കുകയാണെങ്കിൽ സതീശൻ കുടുങ്ങുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ കൃത്യമായിട്ട് അഴിമതി നടന്നിട്ടുണ്ട്. PV അൻവർ ഉൾപ്പെടെയുള്ളവർക്ക് അതിനെക്കുറിച്ച് നല്ല അറിവുണ്ട്. ഇപ്പോൾ PV അൻവറിനെ സെറ്റിൽ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് PV അൻവറിനെ കെട്ടിപ്പിടിച്ച് പാർട്ടിയിലേക്ക് എടുത്തിരിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തെളിവുകൾ പുറത്തു വരാതിരിക്കട്ടെ എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഇവർ ഉൾപ്പെടെയുള്ളവർ ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ചില തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ അന്വേഷണം നടക്കണ്ടേ? അതിൽ VD സതീശൻ പറയുന്നത് തന്നെ 3 പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ കേട്ട് കഴിഞ്ഞു. അതിൻ്റെ പരാതിക്കാരൻ പറയുന്നത് കേട്ട് കഴിഞ്ഞു. പരാതിക്കാരനും കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അവർ തന്നെ ഈ പരാതി ഉന്നയിക്കുമ്പോൾ അതിൽ വിജിലൻസ് അന്വേഷിച്ച് എനിക്ക് ക്ലെയിം ചിറ്റ് തന്നു എന്ന് പറയുന്നതിൽ എന്ത് ന്യായീകരണമാണുള്ളത്? വിജിലൻസ് അന്വേഷണത്തിന് കൊണ്ട് ഇത് തെളിയിക്കാൻ പറ്റുന്നതല്ല. ഈ നാട്ടിലേക്ക് ഇതിൻ്റെ ഫണ്ട് വന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സതീശനുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു NGOയിലൂടെ ഫണ്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. സതീശൻ പറയുന്നു വേറെ ചെക്കായിട്ട് ഈ നാട്ടിൽ ഒരു സ്ത്രീ കൊണ്ടുവന്നു എന്ന് പറയുന്നു. ആ നിലയ്ക്ക് നോക്കുമ്പോൾ മൊത്തത്തിൽ ദുരൂഹമല്ലേ? അപ്പോൾ PV അൻവർ പറഞ്ഞ ഈ വാചകം കൂടി നിങ്ങളൊന്ന് അതിനോട് ചേർത്ത് വായിച്ചു നോക്കുമ്പോൾ സതീശനെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പുനർജനി കേസിൽ ED അന്വേഷണം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആ കേസിൽ കുരുങ്ങും എന്ന് എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. ബർമിംഗ്ഹാം പോയി പിരിവ് നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞ വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായ തെളിവാണ്.